ഓർഗാനിസത്തിലും അവരുടെ ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സ്, എല്ലാ ഓർഗാനിസത്തിലുള്ള ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സ് പാരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യണത്. അതാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. സോ എല്ലാ ഓർഗാനിസത്തിലും ആ ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സ് പാരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യണത്? സോ ഓഫ്സ്പ്രിങ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ഫ്യൂസ് ചെയ്തിട്ട്, മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായി മാറുന്നു. സോ ഈ പറഞ്ഞ മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റിലും ജീനുകൾ, മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ഡിഫറെൻറ്റ്, മെയിലിൽ നിന്ന് മെയിൽ ഗാമറ്റ് ആ ജീൻസുകൾ ക്യാരി ചെയ്യുന്നു, അതുപോലെ ഫീമെയിൽ നിന്ന് കിട്ടുന്ന ഫീമെയിൽ ഗാമറ്റ് ഫീമെയിൽ ആ ജീൻസുകൾ ക്യാരി ചെയ്യുന്നു. സോ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റുകൾ, അതായത് സ്പേമും എഗ്ഗും, രണ്ട് ഗാമറ്റുകളും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ജീനുകളെ ക്യാരി ചെയ്യണം. എന്തൊക്കെ ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സാണ് പാരൻസിൽ നിന്ന് കിട്ടുന്നത്, ആ ക്യാരക്ടേഴ്സൊക്കെ ഈ പറഞ്ഞ ഗാമറ്റുകളിലും മെയിൽ ഗാമറ്റുകളിലും ഫീമെയിൽ ഗാമറ്റുകളും അവർ അത് ക്യാരി ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജീൻസുകൾ ഒരു ഹെറിഡിറ്ററി യൂണിറ്റായിട്ട് ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഈ ജീനുകൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കണേ? നമ്മൾ പറഞ്ഞു ക്രോമസോമിലാണ്. സോ നമുക്കൊന്നും കൂടി ഇതിൻ്റെ ആ ഒരു ബേസിക് ലെവലിലേക്ക് എന്നാണ് നോക്കാം. ഹൗ DNA ഹെൽപ്സ് ഇൻ ഇൻഹെറിറ്റൻസ്. സോ നമ്മൾ പറഞ്ഞു DNA ആണ് ജനറ്റിക് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലായിട്ട് കൺസിഡർ ചെയ്യുന്നത് DNA-നെയാണ്. മെജോറിറ്റി അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസത്തിലും DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. ഒരു എക്സെപ്റ്റ് ചില വൈറസുകളിലും ചില പ്ലാന്റ് ഓർഗാനിസത്തിലൊക്കെ മെജോറിറ്റി എല്ലാ ഓർഗാനിസത്തിലും DNA ആണെങ്കിലും വൈറസുകളിലാണ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ RNA. ബാക്കി എല്ലാ ഓർഗാനിസത്തിലും ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നത് DNA ആണ്. സോ ഈ DNA എങ്ങനെയാണ് ഇൻഹെറിറ്റൻസിന് ഹെൽപ്പ് ചെയ്യുന്നത്? സോ ഹൗ ദ DNA ഹെൽപ്പ് ഇൻ ഇൻഹെറിറ്റൻസ്. ഈ ഹെറിഡിറ്ററി യൂണിറ്റുകൾ അല്ലെങ്കിൽ ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സ് പാരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് DNA എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സോ നമുക്ക് ബേസിക്കായിട്ട് ആ DNA എന്താണ് ക്രോമസോം, എന്താണ് ജീൻ, ആ ബേസിക്കായുള്ള ഇൻഫർമേഷൻ നല്ല കറക്റ്റായിട്ട് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് സ്ട്രക്ചർ ഓഫ് DNAയിലേക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ. സോ നമുക്കറിയാം നമ്മുടെ എല്ലാ ഓർഗാനിസത്തിൻ്റെയും ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുകളുണ്ട്. സോ എവറി ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിലും ഒരുപാട് ന്യൂമറസ് സെല്ലുകളുണ്ട്. ഇനി ഈ സെല്ലുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒരുപാട് സെല്ലുലാർ കമ്പോണൻസുകളുണ്ട്. നമ്മുടെ ഗോൾഗി അപ്പാറ്റസ് ഉണ്ട്, എൻഡോപ്ലാസ്മറ്റിക്കുലം ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, അങ്ങനെ ഒരുപാട് കമ്പോണൻസ് സെല്ലിൻ്റെ ഉള്ളിലുണ്ട്. ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു സെല്ല്. സോ നമ്മുടെ സെല്ല്, പ്ലാസ്മ മെമ്പറൈൻ, എൻഡോപ്ലാസ്മറ്റിക്കുലം, ഗോൾഗി അപ്പാറ്റസ്, അതുപോലെ സൈറ്റോപ്ലാസം, മൈറ്റോകോൺട്രിയ, എന്തൊക്കെ സെല്ലുലാർ കമ്പോണൻസ് ഉണ്ടോ അതൊക്കെ ഒരു സെല്ലിൻ്റെ ഒരു പിക്ചർ നോക്കി. സോ ആ സെല്ലിൽ ന്യൂക്ലിയസ്, നമ്മൾക്കറിയാം ആ സെല്ലിനെ കൺട്രോൾ ചെയ്യണത് ന്യൂക്ലിയസ് ആണ്. എന്തുകൊണ്ടാണ് സെല്ലിനെ കൺട്രോൾ ചെയ്യണത് ന്യൂക്ലിയസ് ആണെന്ന് പറയുന്നത്? സോ നമ്മൾ ആ ന്യൂക്ലിയസിനെ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ്. സോ ഈ ന്യൂക്ലിയസ് ആണ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചേക്കണത്. സോ ന്യൂക്ലിയസ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ അതിൻ്റെ വലിയ ഇതായിട്ട്, സോ ന്യൂക്ലിയോലസ് ഉണ്ടായിരിക്കും. അതുപോലെ തിൻ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടാവും. സോ ക്രൊമാറ്റിൻ അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടാവും. സോ ഈ ന്യൂക്ലിയോലസും ക്രൊമാറ്റിൻ റെറ്റിക്കുലം അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് അടങ്ങിയതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിൽ ന്യൂക്ലിയോലസ് ഉണ്ട്, അതുപോലെ ക്രൊമാറ്റിൻ റെറ്റിക്കുലം അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ഉണ്ടാവും, ത്രെഡ് ലൈക്ക് സ്ട്രക്ചറായിട്ട് ഉണ്ടാവും. ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഇങ്ങനെയാണ്. നമ്മുടെ ഒരു സെല്ല് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സെല്ലിൻ്റെ ഉള്ളിലെ ന്യൂക്ലിയസ് നമുക്ക് ഇങ്ങനെയാണ് ഒരുപാട് കെട്ടുപണിഞ്ഞ് കിടക്കുന്ന ഒരു കയറ് പോലെ ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചറായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഈ ക്രൊമാറ്റിനാണ് കാണാൻ പറ്റുക. സെല്ലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കാണാം. ബട്ട് ഈ ക്രൊമാറ്റിൻ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെൽ ഡിവിഷൻ സമയത്ത് മെറ്റാഫേസിൽ ഒരു എന്തായിട്ട് മാറും, ഈ ക്രൊമാറ്റിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയായിട്ട് മാറും. ഇതാണ് നമ്മൾ പറയുന്ന ക്രോമസോം. സോ ഈ ക്രൊമാറ്റിൻ എന്തായിട്ട് മാറുന്നു? ക്രൊമാറ്റിൻ റെറ്റിക്കുലം അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് വളരെ തിക്കായി ഷോർട്ടായിട്ട് മാറും. തിക്ക് ആൻഡ് ഷോർട്ടായിട്ട് ഇങ്ങനെ ക്രോമസോം ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറുന്നു. ഇതാണ് ക്രോമസോം ലൈക്ക് സ്ട്രക്ചർ. ഇനി ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. സോ ഇൻസൈഡ് ദ സെല്ല്, ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. അതിൽ ന്യൂക്ലിയസിലാണ് നമ്മൾ പറഞ്ഞ ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്. സോ ഈ സെല്ലിൻ്റെ ന്യൂക്ലിയസ് എടുത്ത ആ ന്യൂക്ലിയസിലാണ് നമുക്ക് ഈ പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്. അപ്പോൾ ആ ജനറ്റിക് മെറ്റീരിയൽ എവിടെയാണ് നമ്മളൊന്നും കൂടി നോക്കുകയാണ്. സോ ആ
ന്യൂക്ലിയസിന് ന്യൂക്ലിയോലസ്, ക്രോമാറ്റിൻ. ആ ക്രോമാറ്റിൻ സെൽ ഡിവിഷൻ സമയത്ത് ഇതുപോലെ ഒരു ക്രോമസോം ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറുന്നു. ജനറ്റിക് മെറ്റീരിയൽ എവിടെ ഇരിക്കുന്നത്? ഈ പറഞ്ഞ ന്യൂക്ലിയസിനുള്ളിൽ. സോ ഇതാണ് ക്രോമസോം. സോ ഇൻസൈഡ് ദ ന്യൂക്ലിയസ് തിൻ ക്രോമാറ്റിൻ സ്ട്രക്ചറായി ക്രോമാറ്റിൻ ഫൈബേഴ്സ് ഉണ്ടാവും. അതുപോലെ ഞാൻ പറഞ്ഞ ന്യൂക്ലിയോലസ് ഉണ്ടാവും. ഈ ക്രോമാറ്റിൻ എന്തായിട്ട് മാറും? സെൽ ഡിവിഷൻ സമയത്ത് ക്രോമസോം ലൈക്ക് തിക്ക് ആൻഡ് ഷോർട്ട് ക്രോമസോം ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറും. ഈ ക്രോമസോമുകളിൽ ഒരുപാട് തൗസൻഡ്സ് ഓഫ് ജീൻസുകൾ ഉണ്ടാവും. ഈ ക്രോമസോമുകളാണിത്. ഇപ്പോൾ ഒരു ക്രോമസോം നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രോമസോമിൽ ഒരുപാട് ജീനുകളുണ്ട്. നമ്മൾ ഈ വരച്ചതൊക്കെ എന്താണ്? ഇതൊക്കെ ജീനുകളാണ് ഈ വരച്ചതൊക്കെ. സോ ഓരോ ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ അവിടെ മേ ബി തൗസൻഡ്സ് ഓഫ് ജീനുകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എവിടെയാണ് ഈ DNA അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കണമെന്നല്ലേ. സോ ഈ ജീനുകളാണ് ഈ പറഞ്ഞത്. സോ ക്രോമസോമുകളിൽ എന്താണ്? ഒരുപാട് ജീനുകളുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ ഈച്ച് ജീൻ, നമ്മളിപ്പോൾ ഒരുപാട് ജീനുകൾ പറഞ്ഞു. ഈച്ച് ജീൻ, ഓരോ ജീനിൻ്റെയും ഉദ്ദേശം എന്താണ്? ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ട്രെയ്റ്റിനെ ഡിനോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതാണ് അവരുടെ ഉദ്ദേശം. സോ ഓരോ ജീനും കോഡ് ചെയ്യണത് എന്തിനാണ്? ഒരു പെർട്ടിക്കുലർ ട്രെയ്റ്റ്. അത് ഒരുപക്ഷെ നമ്മുടെ സ്കിന്നിൻ്റെ കളറാവാം, അല്ലെങ്കിൽ നമ്മുടെ ഐൻ്റെ കളറാവാം, ഒരുപക്ഷെ നമ്മുടെ ഹെയർ കളറാവാം. നമ്മുടെ ബോഡിയിൽ കാണുന്ന എന്ത് ഫീച്ചർ ആയിക്കോട്ടെ, ആ ഫീച്ചറിനെ, ആ ഒരു ട്രെയ്റ്റിനെ ഡിനോട്ട് ചെയ്യണത്, അതിനെ മെൻഷൻ ചെയ്യണത് എന്താണ്? അതിനുള്ള ഇൻഫർമേഷൻ ഇരിക്കുന്നത് എവിടെയാണ്? ഈ പറഞ്ഞ ജീനുകളിലാണ്. സോ ഓരോ ക്യാരക്ടറിനും ഓരോ ട്രെയ്റ്റിനും നമ്മുടെ ക്രോമസോമുകളിൽ ഓരോ പെർട്ടിക്കുലർ ജീനുകൾ ഉണ്ടാവും. അതാണ് നമ്മൾ പഠിച്ച ഈ ക്രോമാറ്റിക് ക്രോമസോമായിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ പറഞ്ഞതൊക്കെ ഒരുപാട് ജീനുകൾ. സോ ഓരോ ജീനും ഓരോ പെർട്ടിക്കുലർ ക്യാരക്ടർ അല്ലെങ്കിൽ ട്രെയ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഈ പറഞ്ഞ നമ്മുടെ ജീനുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നോക്കിയേ, ക്രോമസോമിൻ്റെ നമ്പർ ഫിക്സഡ് ആയിരിക്കും. ഒരു ഓർഗാനിസം എടുത്തു കഴിഞ്ഞാൽ ആ ഓർഗാനിസത്തിലെ എല്ലാ ക്രോമസോം നമ്പർ ഫിക്സഡ് ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹ്യൂമൻ ബീയിങ്സിൽ 46 നമ്പർ ഓഫ് ക്രോമസോം 23 പെയറായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഹൗസ് ഫ്ലൈ അല്ലെങ്കിൽ ഡ്രോസോഫിൽ 12 നമ്പർ ഓഫ് ക്രോമസോം 6 പെയറായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഓരോ ഓർഗാനിസത്തിലുള്ള ക്രോമസോം നമ്പർ എത്രയാണ്, ഡിപ്ലോയിഡ് കണ്ടീഷനിൽ എത്രയാണ്, ഹാപ്ലോയിഡ് കണ്ടീഷനിൽ എത്രയാണ്. സോ ക്രോമസോം നമ്പർ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ആ പെർട്ടിക്കുലർ ഓർഗാനിസത്തിൽ ക്രോമസോം നമ്പർ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. എന്നാൽ ഈ ക്രോമസോം നമ്പർ വേരി ചെയ്യുന്നത് അറിയാം, സ്പീഷീസ് ടു സ്പീഷീസ്. ഒരു പെർട്ടിക്കുലർ സ്പീഷീസിനുള്ള ക്രോമസോം നമ്പർ ആയിരിക്കില്ല വേറൊരു പെർട്ടിക്കുലർ സ്പീഷീസ്. നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബീയിങ്സിൽ 46 ആണെങ്കിൽ ഹൗസ് ഫ്ലൈയിൽ എത്രയാണ്? അത് 12 ആണ്. സോ ആ സ്പീഷീസ് ടു സ്പീഷീസ് ക്രോമസോം നമ്പർ വേരി ചെയ്യും. എന്നാൽ എല്ലാ ഹൗസ് ഫ്ലൈയിലും ഒരേ ക്രോമസോം നമ്പർ ആയിരിക്കും, എല്ലാ ഹ്യൂമൻ ബീയിങ്സിലും ഒരേ ക്രോമസോം നമ്പർ. സോ ഹ്യൂമൻ ബീയിങ്സ് എല്ലാവർക്കും എത്രയാണ്? 46 നമ്പർ ഓഫ് ക്രോമസോം. ഹൗസ് ഫ്ലൈ എല്ലാവർക്കും എത്രയാണ്? 12 നമ്പറാണ്. സോ ഇങ്ങനെയാണ് ക്രോമസോം നമ്പർ ഫിക്സഡ് ആണ്, ബട്ട് ആ ക്രോമസോം നമ്പർ വേരി ചെയ്യുന്നത് സ്പീഷീസ് ടു സ്പീഷീസ് ആണ്. ഇനി നമ്മൾ പറഞ്ഞ ജീൻ എടുത്ത് നോക്കി. സോ ക്രോമസോമുകളിലൊക്കെ എന്തുണ്ട്? ഒരുപാട് തൗസൻഡ്സ് ഓഫ് ജീനുകളുണ്ട്. ഓരോ ജീനും കോഡ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയ്റ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷനെയാണ്. സോ നമ്മൾ ഈ ജീൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ജീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA. നമ്മൾ ഈ പറയുന്ന ജീനുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ജീൻ എന്താണ്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡബിൾ സ്ട്രാൻഡഡ് DNA. ഡബിൾ സ്ട്രാൻഡുള്ള 2 സ്ട്രാൻഡുള്ള DNA കൊണ്ടാണ് നമ്മുടെ ഈ ജീനുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ജീൻ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഷോർട്ടായിട്ട് വരുന്നുണ്ട്. സോ ജീൻ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പോണൻറ്റ് ഓർ സെഗ്മെൻറ്റ് ഓഫ് DNA. ആ DNA അതായത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മുഴുവൻ എന്താണ്? ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സംഭവത്തിൻ്റെ ഉള്ളിൽ ഈ ക്രോമസോമിൻ്റെ ഉള്ളിലുള്ള ഇതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് DNA. സോ ഈ DNA എന്ന് പറഞ്ഞതിൻ്റെ ലൊക്കേഷൻ ഇവിടെ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം, ബട്ട് കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാൻ അത് വേറെ എടുത്ത് വരച്ചിരിക്കുകയാണ്. സോ ജീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ്, ഈ ജീനുകളൊക്കെ എന്തുകൊണ്ടുണ്ടെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ കമ്പോണൻറ്റ് ഓർ സെഗ്മെൻറ്റ് ഓഫ് DNA. ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു DNAയുടെ ഒരു പെർട്ടിക്കുലർ കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റിനെയാണ് നമ്മൾ ജീൻ എന്ന് പറഞ്ഞാൽ. സോ ജീൻ എന്ന് പറഞ്ഞാൽ ജീനാണ് നമ്മുടെ ഹെറിഡിറ്ററി യൂണിറ്റുകൾ. നമ്മുടെ ക്യാരക്ടേഴ്സ് പാരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ്സിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ജീനുകൾ. സോ ഇൻഫർമേഷൻ പാസിങ് ഫ്രം ദ പാരൻസ് ടു ഓഫ്സ്പ്രിങ് ഇൻ ദ ഫോം ഓഫ് DNA. ആരിലൂടെയാണ്? ജീനുകളിലൂടെ. ഓരോ പെർട്ടിക്കുലർ ക്യാരക്ടർ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ ജീനുകളാണ്. ആ ജീനുകൾ എവിടെയാണ്? നമ്മൾ പറഞ്ഞ ഈ പറഞ്ഞ DNA. സോ ഈ ജീൻ എന്ന് പറഞ്ഞത് എന്താണ്? ഈ പറഞ്ഞ DNAയുടെ ഒരു കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റ്, DNAയുടെ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ജീനുകൾ. അപ്പോൾ ഓരോ ജീനിനും എന്താണ്? ഓരോ പെർട്ടിക്കുലർ ക്യാരക്ടർ ഉണ്ടായിരിക്കും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് DNA ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം കോഡ് ചെയ്യുന്നത് ഒരു ഹെയർ കളറായിരിക്കാം, ഇത്രയും ഭാഗം
ജീനുകൾ, ഈ ഡി എൻ എയിലെ എതിർ ജീനുകൾ കോഡ് ചെയ്യണത് ഒരു സ്കിൻ കളറായിരിക്കാം, ഇത്രയും ഭാഗം നമ്മുടെ ഐ കളറിനെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഹൈറ്റ് ആയിരിക്കാം. ഓരോ ഫീച്ചേഴ്സിനും കോഡ് ചെയ്യണ ഓരോ പെർട്ടിക്കുലർ ജീനുകളാണ്. സോ ഡി എൻ എയിൽ പറഞ്ഞ ഓരോ ഭാഗവും കോഡ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിൽ. ഇത് വേറെ ട്രീറ്റ്, ഇത് വേറെ ട്രീറ്റ്, ഇത് വേറെ ട്രീറ്റ്, ഇത് വേറെ ട്രീറ്റ്. സോ നമ്മുടെ ബോഡിയിലെ എല്ലാ ഇൻഫർമേഷൻസും കോഡ് ചെയ്യണത് ഇതുപോലെ സെഗ്മെൻറ്റ് ഓഫ് ഡി എൻ എ. ആരാണ് സെഗ്മെൻറ്റ് ഓഫ് ഡി എൻ എ? കമ്പോണൻ്റ് ഓഫ് ഡി എൻ എ എന്താണ്? ജീൻ. അപ്പോൾ ക്ലിയർ ആയല്ലോ, നമ്മുടെ ഡി എൻ എയുടെ ഒരു പെർട്ടിക്കുലർ കമ്പോണൻറ്റ് അല്ലെങ്കിൽ സെഗ്മെൻ്റ് ആണ് നമ്മൾ പറഞ്ഞ ജീനുകൾ. ഈ ജീനുകളിലാണ് നമുക്ക് നമ്മുടെ പാരൻസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ക്യാരി ചെയ്ത് നമ്മുടെ മെയിൽ ഗാമറ്റുകളിലും ഫീമെയിൽ ഗാമറ്റുകളിലും ഫ്യൂസ് ചെയ്ത് സൈഗോട്ടിൽ ആ ഇൻഫർമേഷൻസ് ഒക്കെ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഈ ജീനുകൾ ഹെറിഡിറ്ററി യൂണിറ്റുകളായിട്ട് ആക്ട് ചെയ്യണം. ഇനി എന്താണ് ഈ ഡി എൻ എയുടെ പ്രത്യേകത? നമ്മൾ പറഞ്ഞു ഡി എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയൽ. നമ്മുടെ ഇൻഫർമേഷൻ മുഴുവൻ ഇരിക്കുന്നത് എവിടെയാണ്? ഡി എൻ എയിലാണ്. അതുകൊണ്ട് നമ്മൾ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നുണ്ട് ഡി എൻ എനെ. എല്ലാ ഇൻഫർമേഷനും ഒരു ഓർഗാനിസത്തെ കുറിച്ച് ഇരിക്കുന്ന ഇൻഫർമേഷൻ എവിടെ ഇരിക്കുന്നത്? ഡി എൻ എയിലാണ്. സോ ഈ ഡി എൻ എ എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ഈ ക്രോമസോമുകളിൽ. ഈ ക്രോമസോം എവിടെ ഇരിക്കുന്നത്? എന്താണ് ക്രോമസോം? ക്രൊമാറ്റിനാണ്. അതെവിടെ ഇരിക്കുന്നത്? ഈ ന്യൂക്ലിയസിൽ. ന്യൂക്ലിയോലസ് ക്രൊമാറ്റിനായിട്ടിരിക്കുന്നു. ഈ ക്രൊമാറ്റിനാണ് ക്രോമസോമായിട്ട് സെൽ ഡിവിഷൻ സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ടൊരു സ്ട്രക്ചറായിട്ട് മാറുന്നത്. സോ ഇതിലിരിക്കുന്നത് ഇപ്പോൾ എവിടെയാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്? ന്യൂക്ലിയസിലാണ്. അതാണ് ഇവിടെ പറഞ്ഞത് ഇൻസൈഡ് ദ സെൽ ന്യൂക്ലിയസിലാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്താണ്? ഡി എൻ എ. ഇതിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ന്യൂക്ലിയസിൽ. എവിടെയാണ്? നമ്മുടെ ക്രോമസോമിലാണ് ഇരിക്കുന്നത്. ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് നമ്മുടെ ഓസ്പ്രിങ്സിന് കിട്ടുമ്പോൾ ഓരോ ട്രേറ്റുകളും നമ്മുടെ അച്ഛൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയത് നമ്മുടെ ബോഡിയിൽ അത് വരുന്നു. സോ ഡി എൻ എ ആക്ട് ആസ് എ ജനറ്റിക് മെറ്റീരിയൽ. ആ ജനറ്റിക് മെറ്റീരിയൽ ഹെറിഡിറ്ററി യൂണിറ്റുകളായിട്ട് നമ്മുടെ ജീനുകളായിട്ട് നിൽക്കുന്നത്. സോ ഡി എൻ എയുടെ ഇൻഫർമേഷൻ, എല്ലാ ഇൻഫർമേഷൻ ഡി എൻ എയിൽ ഇരിക്കുന്നത്, ആ ഇൻഫർമേഷൻസ് ഒക്കെ ഒരു ഇതായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മളതിനെ ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഡി എൻ എയിലെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഓരോ പെർട്ടിക്കുലർ ജീനുകളാണ്. ഓരോ ക്യാരക്ടർ ട്രേറ്റിനെ കോഡ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ജീനുകളാണ്. ആ ജീനുകളൊക്കെ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡി എൻ എയിലുള്ള ഇൻഫർമേഷൻ കറക്റ്റായിട്ട് എത്തുന്നത്. എങ്ങനെയാണ് ജീൻ എക്സ്പ്രസ് ചെയ്യുക? ജീൻ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞത് ആ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ഒരു പ്രോട്ടീനായിട്ട് മാറുമ്പോഴാണ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ അൾട്ടിമേറ്റ്ലി ഡി എൻ എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. സോ പ്രോട്ടീൻ സിന്തസിസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോട്ടീനുകൾ എല്ലാം ഡിപ്പെൻഡ് അപ്പോൺ ഡി എൻ എ. ഒന്നുമില്ല, നമ്മൾ പറഞ്ഞു ഓരോ ജീനുകൾ എന്താണ്? ഹെയർ കളർ, ഐ കളർ, അല്ലെങ്കിൽ ബോഡി കളർ, അല്ലെങ്കിൽ സ്കിൻ കളർ, ഇതിങ്ങനെ ഓരോ പെർട്ടിക്കുലർ ഫീച്ചറിനെയാണ് ഡിനോട്ട് ചെയ്യണത്. സോ നമ്മുടെ ബോഡിയിലുള്ള ഈ ജീനുകൾ ഇൻഫർമേഷൻസ് പ്രോട്ടീനായിട്ട് മാറണമെങ്കിൽ ഹെയർ കളറിനുള്ള പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണം, സ്കിൻ കളറിനുള്ള പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണം, ഐ കളറിനുള്ള പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണം. ആ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഡി എൻ എയിലെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ജീന് എക്സ്പ്രസ്ഡ് ആവുക എന്നർത്ഥം. ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രോട്ടീൻ സിന്തസിസ് എന്നാണ്. സോ പ്രോട്ടീൻ സിന്തസിസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡി എൻ എ. എന്ത് പ്രോട്ടീനാണ് സിന്തസൈസ് ചെയ്യണത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഡി എൻ എനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഡി എൻ എയിലുള്ള ഇൻഫർമേഷനാണ് പ്രോട്ടീനായിട്ട് മാറുന്നത്. സ്കിൻ കളറോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഏത് ഫീച്ചറിനുള്ള പ്രോട്ടീൻ സിന്തസൈസ് ആയിട്ട് മാറുന്നത് ഡി എൻ എയിലെ ഇൻഫർമേഷൻ. എന്താണ് ഇൻഫർമേഷൻ? നമ്മൾ പറഞ്ഞ ജീൻ. സോ ജീൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതൊരു പ്രോട്ടീൻ സിന്തസൈസ് ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഡി എൻ എ ഹെൽപ്സ് ഇൻ ഇൻഹെറിറ്റൻസ്. സോ ഇപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് ഡി എൻ എ ഇൻഹെറിറ്റൻസിനെ സഹായിക്കുന്നത്. സോ ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഡി എൻ എ ആണോ ജനറ്റിക് മെറ്റീരിയൽ അതോ വേറെ ഏതെങ്കിലും ഓർഗാനിസം ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോളിക്യൂളാണോ? നമ്മുടെ ബോഡിയിൽ സെല്ലിൽ ഒരുപാട് കമ്പോണൻ്റ് ഉണ്ട്. ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ലിപ്പിഡ് ഉണ്ട്, ഈ പറഞ്ഞ ഡി എൻ എ അല്ലാതെ. അപ്പോൾ ഇതിലേതാണ് ജനറ്റിക് മെറ്റീരിയൽ എന്നറിയാനായിട്ട് ഒരുപാട് എക്സ്പെരിമെൻറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട്. സോ ഡി എൻ എ എങ്ങനെയാണ് ഇൻഹെറിറ്റൻസിന് ഹെൽപ്പ് ചെയ്യണമെന്ന് സഹായിക്കണമെന്ന് ഉള്ളൊരു പിക്ചറാണ് ഇവിടെ കാണിച്ചത്. ഈ ഡി എൻ എയിലുള്ള ഓരോ ഇൻഫർമേഷനും പ്രോട്ടീനായിട്ട് മാറുന്നു. എന്നുള്ള പ്രോട്ടീനായിട്ട് മാറുന്നു? സ്കിൻ കളർ, ഐ കളർ, ഹെയർ കളർ, എന്ത് ട്രേറ്റ് ആണോ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് അർത്ഥം. ദിസ് ഈസ് ഹൗ ഡി എൻ എ ഹെൽപ്സ് ഇൻ ഇൻഹെറിറ്റൻസ്.